നമുക്കൊക്കെ അറിയാം, നമ്മുടെ തഹിയ ഫണ്ട് ശേഖരണം എന്ന പേരിൽ ഇന്ന് നമ്മൾക്കിടയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫണ്ട് സമാഹരണമുണ്ട്. നമുക്കൊക്കെ അറിയുന്നതാണ്, നമ്മളൊക്കെ കേട്ടതായിരിക്കും. എങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1926 മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ, ഞങ്ങളുപ്പ പ്രസിഡന്റായി തുടക്കം കുറിച്ച ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സയ്യിദുൽ ഉലമയുടെ കരങ്ങളിലെത്തിയ ഈ പരിശുദ്ധമായ പ്രസ്ഥാനം ഇന്നിതിന്റെ 100 വർഷം തികയുന്ന വളരെ സന്തോഷദായകമായ ഒരു നിമിഷത്തിലാണ് നമ്മളൊക്കെയുള്ളത്. ഇതിന്റെ ഉള്ളിലും പുറത്തുമായി നടക്കുന്ന യാതൊരു പ്രശ്നങ്ങളും പ്രിയമുള്ളവരെ സമസ്തയിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാൻ നമ്മൾ സഹായിക്കേണ്ടതല്ല. കാരണം നമ്മളൊക്കെ ഇന്ന് ഈ പള്ളിയിൽ ആർജവത്തോടുകൂടെ അല്ലാഹു അക്ബർ എന്ന അല്ലാഹുവിന്റെ മുമ്പിലേക്ക് തക്ബീർ കെട്ടാൻ നമ്മളൊക്കെ പ്രാപ്തരായി നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിലുള്ള ഒരേ ഒരു പങ്ക് ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് മാത്രമാണ് എന്ന് പ്രിയമുള്ളവരെ കേരളീയ മുസ്ലിം സമാജത്തിന് അത് ഏത് സംഘടനയിൽപ്പെട്ടവരാണെങ്കിലും അവർക്ക് പറയാൻ കഴിയും. കാരണം നമ്മുടെ കേരളമല്ലാത്ത ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് നോക്കിയാൽ നമ്മളെക്കാൾ മുസ്ലിങ്ങളല്ല, നമ്മളെക്കാൾ പണ്ഡിതന്മാരും ഔലിയാക്കളും കടന്നുപോയ പല സംസ്ഥാനങ്ങളിലും ഇത്രത്തോളം ഇസ്ലാമിക പ്രൗഢി നമുക്ക് കാണാൻ കഴിയില്ല. ഇങ്ങനെയുള്ള മതസ്ഥാപനങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. ഇങ്ങനെയുള്ള പള്ളികളിൽ നിസ്കരിക്കുന്ന, നല്ല രീതിയിൽ തജ്വീദ് നിയമം അനുസരിച്ച് നല്ല രീതിയിൽ പരിശുദ്ധമായ ഖുർആനിലെ ഫാത്തിഹ പോലും ഓതാൻ കഴിയാത്ത മുസ്ലിം സഹോദരങ്ങളുള്ള സംസ്ഥാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അല്ലാഹുവിന്റെ മുമ്പിൽ ആത്മാർത്ഥമായി നമ്മളൊക്കെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ 5 വക്ത് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ അസ്ഥിവാരമിട്ട് അടിത്തറയിട്ട് തന്നത് ഈ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. നമ്മുടെ വിശ്വാസങ്ങളിലേക്ക് കലരാൻ സാധ്യതയുള്ള എല്ലാ നവീന പുത്തനാശയങ്ങളെയും നമ്മുടെ നാടിൽ നിന്ന് തുടച്ചു നീക്കിക്കൊണ്ട് പരിശുദ്ധ ദീനിന്റെ യഥാർത്ഥമായ രേഖ നമുക്ക് മുമ്പിൽ കാണിച്ചു തന്ന ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ലോകത്ത് ഉടലെടുത്ത, ലോകത്ത് പിറവിയെടുത്ത ഒരൊറ്റ രാഷ്ട്രീയ മത സാമൂഹിക രാഷ്ട്രീയ സാമുദായിക പാർട്ടികൾക്കും അല്ലെങ്കിൽ സംഘടനകൾക്കും അവകാശപ്പെടാൻ കഴിയാത്ത വിധം 100 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇന്ന് ഒരു സംഘടനയും, ഏത് മതത്തിലാകട്ടെ, രാഷ്ട്രീയത്തിലാകട്ടെ, സമുദായത്തിലാകട്ടെ, എവിടെയാകട്ടെ, ഒരു സംഘടനയും ഈ ലോകത്ത് 100 വർഷം പൂർത്തീകരിച്ച ചരിത്രം നമുക്ക് കാണാൻ കഴിയില്ല. എത്ര വലിയ രാജ്യങ്ങൾ അടക്കി ഭരിച്ച ഭരണാധികാരികളുടെ പിൻതലമുറക്കാരാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അവരൊക്കെ അസ്തമിച്ചു പോയതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ ചരിത്രത്തിൽ ആദ്യമായി, ലോക ചരിത്രത്തിൽ ആദ്യമായി 100 വർഷം പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് യഥാർത്ഥ സമസ്തയാണ്, ഇത് യഥാർത്ഥ ദീനിന്റെ മാർഗമാണ്. ഇതിന്റെ പിന്നിൽ കൂടിയാൽ നമുക്ക് വിജയമുണ്ടാകുമെന്നുള്ള സത്യമാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇതിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് വിശാലമായ പദ്ധതികൾ നമ്മുടെ പരിശുദ്ധമായ ദീനിന്, നമ്മുടെ സമുദായത്തിന് നമുക്കൊക്കെ ഉപകാരപ്പെടുന്ന ഇതിൽ ഒരുപാട് പദ്ധതികൾ ഈ സമസ്തയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി നമ്മുടെ നേതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ തീരുമാനിച്ചിട്ടുണ്ട്. അതിലേക്കുള്ള നമ്മുടെയൊക്കെ ഒരു വിഹിതം കൊടുക്കുന്ന, നമ്മളൊക്കെ എത്ര വിഹിതം കൊടുത്താലും മതിയാകാത്തൊരു സംഘടനയാണ്. ഞാൻ പറഞ്ഞതുപോലെ നമ്മളാക്കിയ ഈ സംഘടനയ്ക്ക് വേണ്ടി, നമ്മളാക്കിയ ഈ സംഘടനയ്ക്ക് വേണ്ടി, സമസ്തയ്ക്ക് വേണ്ടി നമ്മൾ നൽകുന്ന വിഹിതം നമ്മളാൽ കഴിയുന്നത് ഇൻഷാ അല്ലാഹ് നമ്മുടെ നാട്ടിൽ ഇതിന്റെയൊക്കെ പ്രവർത്തകർ നിങ്ങളെ സമീപിക്കുന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു വിഹിതം അതിലേക്ക് നൽകിക്കൊണ്ട് ഭാവിയിൽ നമുക്ക് ശേഷവും നമ്മുടെ നാട്ടിൽ ദീൻ ഇങ്ങനെ നിലനിൽക്കണമെന്നുള്ള നിര്യത്തോടുകൂടെ നമ്മളൊക്കെ ഇതിലേക്ക് നൽകണമെന്ന് സാന്ദർഭികമായി നിങ്ങളുടെ ഓർമ്മയിൽപ്പെടുത്തുകയാണ്.